നമസ്കാരം മനുഷ്യന്മാരെ, കടുവ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടൻ കടുവ. വശിയോ വശി, വശിയോ വശി, യാസീനോ വശി ഓ കൊറോസു നിവ, മാസു സുബാസ ഓ കിതി കൊട്ടോസു ഹിറ്റ്സു യോഗ അരു. കുട്ടേട്ടാ, എന്താ പറ്റിയേ? എന്റെ പൊന്നിടവേ, ഊജി കണ്ട എന്റെ ഹാങ് ഓവറാ. ആഹാ, എങ്ങനെയുണ്ടായിരുന്നു? ഒരാവശ്യമില്ലാത്തൊരു ചോരക്കളി, 2.5 മണിക്കൂർ വധം. സ്ക്രീനിലുള്ളവരെയും ഇല്ലാത്തവരെയും നമ്മുടെ പ്രേക്ഷകരെയും എല്ലാരെയും കൊല്ലും. അതെ, ആന്ധ്രയിൽ കുറച്ചു കാലത്തേക്ക് വീടിനടിക്കാൻ ചുവന്ന പെയിന്റ് കിട്ടാനില്ല എന്നാ കേട്ടെ. അത്രയ്ക്ക് വാരി വിതറിയിട്ടുണ്ട് ചോര ഈ സിനിമയില്. പടം തുടങ്ങണത് പഴയ കാലത്ത് ജപ്പാനിലെ സാമുറൈകളും യാക്കൂസ ഗാങ്ങും തമ്മിലുള്ള ഗാങ് വാർ കാണിച്ചുകൊണ്ടാണ്. അതില് സാമുറായി കൂട്ടത്തിലുള്ള ഒരു മരണമാസ മനുഷ്യനാണ് നമ്മുടെ പവർ സ്റ്റാർ പവൻ കല്യാൺ എന്നും പറയും. ഏയ്, അണ്ണാവെ പറ്റി പറഞ്ഞ എന്റെ കയ്യിലുണ്ടടാ ഭീമ. നിങ്ങൾ ചുമ്മാ കളിക്കേണ്ട കാര്യം പറ. ഹാ, പവൻ കല്യാണിന്റെ ഇൻട്രോ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥിരം പരിപാടിയൊക്കെ തന്നെ, പക്ഷെ എന്നാലും ആ സമയത്തെ സ്കോറും പിന്നെ മൊത്തത്തിൽ ആ സീൻ സെറ്റ് ചെയ്തിരിക്കണതും അതൊക്കെ രസമായിട്ട് തോന്നി. സ്കോറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിരിക്കുന്ന ആള് തമനാണ്. തമന്നുണ്ട്. തമന്നല്ല ശോമേ, തമൻ, എസ് തമൻ, സംഗീത സംവിധായകൻ. ഒരൊറ്റ സീൻ പോലും ഇല്ല സ്കോറില്ലാണ്ട്. ചെവിതല കേൾപ്പിക്കില്ല. എനിക്ക് പല സ്ഥലത്തും അത് വളരെ അരോചകമായിട്ടാണ് തോന്നിയത്. ഏയ്, ഒരു മാസപടത്തിൽ വേണ്ട സംഗതി തമൻ അത്യാവശ്യം വേണ്ട പോലെ തിരക്കിടില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ടൈപ്പിലുള്ള മാസ് പടങ്ങളുടെ തലതൊട്ടപ്പൻ ഇപ്പോഴും KGF തന്നെയാണ്. പിന്നെ വന്ന പല പടങ്ങൾക്കും അതിന്റെ ഒരു ഷെയ്ഡ് വല്ലാതെ ഉണ്ട്. അത് ശരിയാ, ഏറ്റവും കൂടുതൽ അത് ഫീൽ ചെയ്യണത് ഡയലോഗ് റൈറ്റിംഗിലാണ്. ഫോർ എക്സാമ്പിൾ, എടാ വാസുകുട്ടാ, നീ എന്നൊന്ന് പറഞ്ഞിച്ചേ. ഞാൻ വർണ്ണിക്കാ കുട്ടാട്ടാ. ആമിന, എന്തോ? മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ കടിച്ചു കീറി ഉപ്പിലിട്ട് മാനിന്റെ കൂടെ തട്ടും ഞാൻ. ആ, മിസ്റ്റർ വാസുകുട്ടൻ, കമോൺ, എന്നെ വർണ്ണിക്കൂ. കാട്ടിലുള്ള കൂട്ടുകാരെ കൂട്ടുകൂടി പാട്ടിലാക്കി കൂടെ നിർത്തി തോളിലേറ്റും സ്വർണ്ണക്കടുവ കുട്ടൻ കടുവ. യോ ദാരിദ്ര്യം, ഇതെന്താ നടത്? നഴ്സറി സ്കൂളാ? ഭീമ, ഇന്നലെ പടത്തിൽ കണ്ട പോലെ എന്നൊന്ന് പറഞ്ഞിച്ചേ. എന്നാ പിടിച്ചോ. കാട് വിറപ്പിച്ച മുറിമുഖൻ സിംഹത്തിന്റെ വായ പിളർന്ന് അണപ്പല്ലെടുത്ത് മാല തീർത്ത് ഇരട്ടച്ചെങ്കിൽ തൂക്കിയവൻ. ആകാശം മുട്ടി നിന്ന തള്ളച്ചിമരം ഒറ്റക്കുത്തിന് മറിച്ചിട്ട് ഗണേശൻ കൊമ്പന്റെ പത്തടിക്കൊമ്പിൽ മാനിന്റെ കുടൽമാല കൊണ്ട് ഊഞ്ഞാല് കെട്ടിയാടിയവൻ. തനിക്ക് നേരെ പാഞ്ഞു വന്ന വെടിയുണ്ട കടിച്ചു നിർത്തി അതുതുർത്ത വേട്ടക്കാരന്റെ ചങ്കിന് നേരെ തുപ്പി അവനെ പരലോകത്തേക്കയച്ചവൻ. ഈ കാടിന്റെ കിരീടം വെക്കാത്ത രാജാവ്, കാടിന്റെ മക്കൾ വണങ്ങും കടവുൾ, മാസ്ക ഗോഡ്ഫാദർ, ദ റിയൽ OG, ഒറിജിനൽ ഗഡുവ. ആഹാ, ഇത് കിട്ടണം. അതാണ് ഈ വക മാസ് പടങ്ങളുടെ വിജയം. വിജയോ? ഇതെവിടെ വിജയിച്ചു? കേരളത്തെ കാട്ടിലല്ല, അങ്ങ് തെലുങ്കാന കാട്ടിൽ ചെന്ന് നോക്കുമോനെ ജാക്കിക്കുട്ട. പടത്തിന് സീറ്റ് കിട്ടാഞ്ഞിട്ട് കണ്ട തെങ്ങിലും മരത്തിലൊക്കെ കയറിയിട്ടാണ് പലരും പടം കാണുന്നത്. ഇവിടെ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തുമ്പോഴും മമ്മൂക്ക പോലീസ് വേഷത്തിൽ വന്ന് 2 ഡയലോഗ് പറയുമ്പോഴും നമുക്കൊരു ഇത് കിട്ടാറില്ലേ? അതവർക്ക് ഇത് കാണുമ്പോൾ അവിടെ കിട്ടുന്നുണ്ട്. ആ, പക്ഷെ നമ്മൾ നമ്മുടെ റിവ്യൂ പറയാനാണല്ലോ വന്നത്, അപ്പം അത് ബാക്കി പറയാം. സംഗതി സ്ഥിരം ബോംബ് കഥ തന്നെയാണ്. പവൻ കല്യാണിന് കട്ടാനയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ലാണ്ട് അധികമൊന്നും ചെയ്യാനില്ല പടത്തിൽ. അല്ല, സ്ക്രിപ്റ്റിലൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ കാര്യം പറയണ്ടല്ലോ. എല്ലാ മാസ പടങ്ങളിലും കാണുന്ന കൂലിപ്പടി തന്നെ എല്ലാവർക്കും നായകനെ പൊക്കിയടിക്കുക. പിന്നെ വില്ലൻ ഗ്യാങ്ങില് മെയിനായിട്ട് 3 പേരുണ്ട്. ഇമ്രാൻ ഹഷ്മി, തേജ് സപ്രു, പിന്നെ നമ്മുടെ സുദേവ് നായരും. 3 സ്ഥിരം തല്ലുള്ളി വില്ലന്മാർ. ഒരു യൂഷ്വൽ മാസ് പടം ഫോർമുലയിൽ എടുത്തൊരു പടം. പവൻ കല്യാൺ ഇടക്ക് വരും, വാളെടുത്ത് മാസ് കാണിക്കും, മുങ്ങും. അപ്പോൾ വില്ലന്മാരെന്തെങ്കിലും തല്ലുള്ളിത്തരം കാണിക്കും. പവൻ കല്യാണിന്റെ ടീം മാസ് ബിൽഡപ്പ് ഡയലോഗ്സ് അടിക്കും. പവൻ ആശാൻ വാളും കൊണ്ട് വീണ്ടും വരും, എല്ലാവരെയും വെട്ടി നെരുപ്പാക്കും, മുങ്ങും, റിപ്പീറ്റ്. നല്ല ഗംഭീര പേരാ പുള്ളിയുടെ ക്യാരക്ടറിന്റെ. എന്താ? ഗംഭീരൻ. കളിയാക്കണ്ട ഭീമ, ഇവിടുത്തെ ഇന്ദുചൂടനും നരസിംഹ മഞ്ഞാടിരും പോലെയൊക്കെയുള്ള മാസ് പേരാ അവിടുത്തെ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവരും ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് OG വിശേഷങ്ങൾ. വളരെ ലൗഡായ, അത്യാവശ്യം ചോരക്കളികളൊക്കെ ഉള്ള സ്ഥിരം മാസ് പടം ടെംപ്ലേറ്റിലുള്ള ഒരു പവൻ കല്യാൺ പടം കാണണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് പോയിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും വാശി ഓ വാശി.